കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ CPM നേതാക്കളെ സംരക്ഷിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വീകരിച്ച നടപടി താരതമ്യം ചെയ്ത് സണ്ണി ജോസഫ്. തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് സണ്ണി ജോസഫ്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ CPM നേതാക്കളെ പാർട്ടിയും സർക്കാരും സംരക്ഷിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. കേസിലെ മറ്റു പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കൂടാതെ നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് പോലീസും ഇതുവരെയും തിട്ടപ്പെടുത്തിയിട്ടില്ല. കോടതി ഇടപെടലിൽ SIT അന്വേഷണം നടന്നിട്ടും കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിടിക്കപ്പെട്ടവരും ജയിലിൽ കഴിയുന്നവരുമായ CPM നേതാക്കളെ പാർട്ടിയും സർക്കാരും സംരക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങളിൽ പാർട്ടി സ്വീകരിച്ച ശക്തമായ നടപടികളും സണ്ണി ജോസഫ് വിശദീകരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്ഷേപം ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും സ്പീക്കർക്ക് കത്ത് നൽകുകയും ചെയ്തു. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ നിരയിലല്ലായിരുന്നു രാഹുൽ ഇരുന്നത്. രാഹുലിനെതിരെ സ്വീകരിച്ച അച്ചടക്ക നടപടിയെക്കുറിച്ച് താനും പ്രതിപക്ഷ നേതാവും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന് കേസിനെക്കുറിച്ച് പറയാൻ താൻ പ്രവാചകനല്ല. രാഹുൽ ഒളിവിൽ കഴിയുന്നതിനെക്കുറിച്ച് തനിക്കറിയില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് താൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. MLA സ്ഥാനത്തെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് രാഹുൽ തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ബലാത്സംഗം കേസിൽ പ്രതിയായ ഭരണകക്ഷി MLA മുകേഷ് ഭരണഘടനാ ബെഞ്ചിലിരുന്ന് പ്രസംഗിക്കുന്നുണ്ടെന്നും നിയമസഭയിൽ പങ്കെടുക്കുന്നതിന് അദ്ദേഹത്തിന് തടസ്സമില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. വീക്ഷണം കോൺഗ്രസിന്റെ മുഖപത്രമാണെന്നും അതിൽ വരുന്ന ലേഖനങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കണ്ണൂർ, കാസർഗോഡ് MPമാർ സംസാരിച്ച വാക്കുകളിൽ ചെറിയ വ്യത്യാസം മാത്രമേയുള്ളൂ. അവർ രണ്ടുപേരും കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളും പ്രാസംഗികരുമാണ്. വ്യക്തിപരമായ രീതിയിലാണ് വിഷയത്തെ സമീപിക്കുന്നത്. അവർ സംസാരിച്ചപ്പോൾ ഉണ്ടായ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചു വരികയാണെന്നും സണ്ണി ജോസഫ് അറിയിച്ചു. ഏറെ ബാധിക്കുന്നതും അലട്ടുന്നതുമായ വിഷയം ശബരിമലയിലെ സ്വർണ്ണ മോഷണമാണ്. ആ സ്വർണ്ണമോഷണ കേസിലെ മുഴുവൻ പ്രതികളെയും ഇതുവരെ പോലീസ് കണ്ടെത്തിയിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല. നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ല. കോടതിയുടെ ഇടപെടലുണ്ടായിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ട് പോലും നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്താനോ പ്രമുഖരായിട്ടുള്ള പ്രതികളിലേക്ക് ഇനിയും എത്താനോ കഴിഞ്ഞിട്ടില്ല. പിടിക്കപ്പെട്ട പ്രതികളിൽ CPMന്റെ ഉന്നത നേതാക്കന്മാരുണ്ട്. ന്യൂസ് ഡെസ്ക് CCV.